ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങള് വൈകുന്നേരം കാണിക്കല്ലേ, അതെ, ഉള്ളവരും കൂടെ അൺസബ്സ്ക്രൈബ് ചെയ്തു. അതുകൊണ്ട് പുറത്തിറങ്ങാം. ഇവിടെ പഠിച്ച് മടുത്ത് ഗൈസ്. എക്സാം ആണ്, ഭയങ്കര പഠിപ്പിസ്റ്റാണ്. അപ്പം ജസ്റ്റ് ചില്ലാവാൻ വേണ്ടി പുറത്തു പോവാ. ഇതാണ് എന്റെ ഹോസ്റ്റല്. ബാക്കില് റിയേച്ചിന് ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കഴിഞ്ഞ പ്രാവശ്യം റിയേച്ചിനെ വെയിറ്റ് ചെയ്യാൻ എപ്പോഴും റിയേച്ച് ലേറ്റ്. ഇതാണ് ഞങ്ങളുടെ കോളേജ്. അത് പ്ലേസ്മെന്റ് കിട്ടിയത്. അതെ, ഫോട്ടോ ഇല്ല. ഔട്ട്ഫിറ്റ് കാണിക്കാൻ ഗൈസ്. കാണിക്കുന്നതിനാ എന്റെ നല്ലതല്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചു. ഓൾറെഡി 5 മണിക്ക് ഞങ്ങള് 5:15 ഇറങ്ങണം നോർത്ത്. ഇപ്പൊ 5:25 അത്രയാ. എന്നെ ഞാൻ പോവാ. ഒന്ന് പോയിട്ടോ, ഫോണ് പിന്നെ തരാം. അപ്പൊ ഗൈസ്, ഇരിപ്പിനൊടുവിൽ റിയേച്ചി വന്നേക്കുന്ന. എവിടെ പോവാ റിയേച്ചി? ഒരാവശ്യമില്ല. ബൈൻഡ് ചെയ്യാൻ കൊടുത്ത് വാങ്ങാൻ പോവാന്ന് പറഞ്ഞാണ് പോകുന്നത്. സിസ്റ്ററോട് പറഞ്ഞിട്ടില്ല. ഞാന് സിസ്റ്ററോട് പറഞ്ഞിട്ടില്ല. മിക്കവാറും വരുമ്പോ നല്ല ചെറിയ സാന്ദ്ര ഫാൻസീസ് നോക്കേണ്ടതാണ്. സാന്ദ്രയ്ക്ക് ക്യാമറ കണ്ട പേടിയാന്ന് തോന്നുന്നു. സാന്ദ്ര ഫാൻസിസ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ വീഡിയോയിൽ കാണിക്കുന്നത് സാന്ദ്രനെ. സാന്ദ്ര, ഇതാണ് നമ്മുടെ സ്വന്തം സാന്ദ്ര. ഇവിടെ +2 തൊട്ട് പഠിച്ചിട്ട് ഇവക്ക് എന്നെ അറിയത്തില്ല. എനിക്കറിയാം. എന്റെ +2 എക്സാമിന് എന്റെ അടുത്ത് ഇവളായിരുന്നേ. ഞാൻ അവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തേ. തിരിച്ച് പക്ഷെ ഇപ്പൊ അവള് വേണേ എനിക്ക് പറഞ്ഞു തരുന്നില്ല. എനിക്കൊന്നും അറിയില്ല. പക്ഷെ +2 ഫുള്ള് ഇവിടെ എനിക്ക് പറഞ്ഞു തന്നെ അല്ലേ. സാന്ദ്ര ഒരു പഠിപ്പിസ്റ്റാണ്. ഡിഗ്രി വരെ അതാണ്. ഡിഗ്രി വരെ PG സാന്ദ്ര എത്ര തവണ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. അവള് കേറിയിട്ടേ ഇല്ല ക്ലാസ്സില്. എക്സാം എഴുതിയിട്ടുണ്ട്. എത്ര എക്സാം എഴുതാനുണ്ട് സാന്ദ്ര? എത്ര? കണ്ടോ, ലാസ്റ്റ് സെമ്മിന് 4 സബ്ജക്ട് ഇനി എഴുതാനുണ്ട് സാന്ദ്രയ്ക്ക്. പ്രൊജക്ട് എന്തായി സാന്ദ്ര? സാന്ദ്രയ്ക്ക് A+ വിത്ത് SO ഒക്കെ ഉണ്ടെന്നായിട്ട്. മഴ പെയ്യും. ഞങ്ങളങ്ങനെ സെന്റ് മാർക്സിലെത്തി. സെന്റ് മാർക്സിലാണ് ഞങ്ങൾ എപ്പോഴും ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ പോവാറ്. സെന്റ് മാർക്സ് എവിടെ? കുറച്ച് ബാക്കിലായിരുന്നു. അത് അവിടെ എത്തിയപ്പോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഞങ്ങള് ഇടല്ലേ. ഇല്ല. എന്താ പറയാനുള്ളത് സെന്റ് മാർക്സിനെ പറ്റിട്ട്? സെന്റ് മാർക്സിനെ പറ്റി തുച്ഛമായ വിലക്ക് നമുക്ക് കോപ്പി എടുത്തു തരും അല്ലേ? തുച്ഛമായ വിലയാ? പിന്നെ എനക്കൊക്കെ നല്ല പൈസ ഉണ്ടായിരുന്നു. ഒരു കോപ്പിക്ക് 2. എടി, മറ്റേ കടയിൽ എത്ര 600 രൂപ പ്രോജക്റ്റിന് വാങ്ങി. അവിടെ ഞങ്ങളുടെ 300 വാങ്ങിയുള്ളൂ. അപ്പൊ ലാഭം. ലാഭം. അപ്പൊ അതാണ് നല്ലത്. പിന്നെ ഞങ്ങൾ നോക്കുന്ന ചേച്ചി, ഞാൻ വലിയ യൂട്യൂബർ. അതെ, അതല്ലോ സമയമായതുകൊണ്ടാണ് ഗൈസ്. ഇത് പോസ്റ്റ് ഓഫീസ്. എല്ലാവർക്കും അറിയാന്നിപ്പോ പറയായിരിക്കും. അതെ, പോസ്റ്റ് ഓഫീസ്. ഇത് അതിന്റെ അടുത്ത് തന്നെയാണ് SB കോളേജ്. അതെ, എന്നെ എല്ലാരും കാണണം. ഒരാള് തൊപ്പി വെച്ചിട്ട് എന്തിനാണോ എന്തോ. തൊപ്പിയൊക്കെ പിന്നെ എന്തിനാ പൈസ കൊടുത്ത് വാങ്ങി വെച്ചേക്കുന്നത്? എന്നേലൊക്കെ വെക്കണ്ടേ? ശരിയാ. ചിക്കൻ ശില്പയ്ക്ക് ആ ചിക്കൻ. ഇപ്പൊ ക്യാമറ ഓണാക്കില്ലേ, ശില്പടുത്ത് നിന്നുണ്ടാകും ഗൈസ്. അങ്ങനെ കണ്ട എങ്ങനെയൊക്കെ നോക്കി നടക്കും. ഞങ്ങൾക്ക് നാളെ വൈകിയാണ്. ഞങ്ങള് പ്രോജക്റ്റിന്റെ ടോപ്പിക് എന്താന്ന് ചോദിക്കുമ്പോ വരെ അതെ നാളെ ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല. അതെ, ഹോസ്റ്റലിലും കോളേജിൽ നിന്നും ഔട്ടാക്കും. പക്ഷെ ഞാൻ പഠിച്ചു. അമ്മ കണ്ടാലോ, അതുകൊണ്ട് പഠിച്ചു എന്ന് പറയാം. അമ്മ കണ്ടാലോ? എന്റെ അമ്മയും കാണും. ഞാൻ പഠിച്ചു. ഞാൻ ഇന്നലെ പഠിച്ചു. ശരിക്കും ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് ദിനയ്ക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുക. അപ്പൊ ദിനയുടെ ചെലവ്
അതിന് വേണ്ടി എന്ത് അങ്ങോട്ട് മാറിക്ക് അതിന് വേണ്ടിയാണ് നമ്മൾ 2 മില്യൺ അടിക്കും അടുത്ത മാസം നമുക്ക് ദിന്നെ ഇവിടെ വീട്ടിൽ പോയിക്കണേ ദിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ദിന്നെ പോയാ ഉടനെ നിർത്തും ചെയ്യും. പക്ഷെ ശില്പന്റെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫ്രണ്ട്സാ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ശില്പേനെ സത്യം പറഞ്ഞ ആർക്കും ഇഷ്ടമല്ല. ഞാനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇഷ്ടപ്പെട്ടത്. ആരെങ്കിലും ഒക്കെ എന്റെ ഒപ്പം നടക്കുന്നോണ്ട് മാത്രം. ശില്പനോട് മിണ്ടുന്നില്ല എന്ന് വരെ കേട്ടു. അത് റിയേച്ചി ഉള്ളതുകൊണ്ടാ. അത് ഞാനുള്ളതുകൊണ്ടാ. എല്ലാവർക്കും ഇല്ല റിയേച്ചി ഉള്ളതുകൊണ്ട്. മെയിൻ റോഡെത്തി ചായക്കാരാണ് ഇവര്, ഒരേ ചായക്കാര് ഞാൻ ഐസ്ക്രീംകാര്. സ്ട്രോബെറി വാങ്ങിച്ച് കണ്ടോളൂ. ഇവിടെ എന്റെ കോഫി എടുത്ത് വാങ്ങിച്ച് അവരവിടെ പോയി കഴിച്ചു. അവരവിടെ അതെ. അപ്പം സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കട്ടെ. ഗൈസ് ഞങ്ങള് ഐസ്ക്രീം കഴിച്ചിറങ്ങി. അവിടെ നിന്ന് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ഇൻട്രോവേർട്ട് ആയിരുന്നു അല്ലേ, ഭയങ്കരമായിട്ട്. അതെ. പിന്നെ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ട് കളിച്ചു. പിന്നെ മാക്സിന്റെ അടുത്തെത്തി. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ മഴ പെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്. ഞങ്ങൾ റിയേച്ചി ഒക്കെ അവിടെ അവിടെ പോവുകയാണ്. പോകുന്നു എടുക്കുന്നു ഒറ്റ പോക്ക്. അടുത്ത ഫ്രൂട്ട്സ് കട ഇതിന്റെ കൂടെ എടുക്കുമെന്ന് നോക്കാം. ഇവള് കാണിക്കാൻ വേണ്ടി വാങ്ങുന്നേ കഴിച്ചു. അത് കണ്ടോ ഇങ്ങനെ എടുത്ത് തിന്നു ഇവള്. എല്ലാ കടയും പറ്റുന്നിട്ട് വാങ്ങൂല. എടുത്ത് പോയി. ഇവള് മുന്തിരി എടുത്ത് തിന്ന് കടയിൽ പോയിട്ടുണ്ട്. അത് കഴുകിയിട്ട് കൂടിയില്ല ശില്പ. ഇവള് എന്നുള്ള സ്വഭാവം വാങ്ങിക്കത്തൊന്നുമില്ല. എല്ലാ കടയിലും പോയിട്ട് കട്ടെടുത്ത് തിന്നും. നാണമില്ലാത്തവള്. ഇത് ഞങ്ങളുടെ 30 രൂപ ഷേക്ക് കട. ഞങ്ങൾ എപ്പോഴും വന്ന് കുടിക്കാറില്ല. പക്ഷെ ഇപ്പൊ കൊറേ ആയിട്ട് കുടിക്കാറില്ല. പൂക്കട. ഇതാരുടെ പൂക്കടയാ? അവിടുന്ന് വാങ്ങിക്കാം. അവിടെ ഉണ്ടാവും. ഇവിടെ ഞങ്ങക്ക് തരാറില്ല. ഒറ്റയ്ക്കാ തിന്നാറില്ല. ഇവിടെ അങ്ങനെയാ. എന്നാൽ ഞാൻ കഴുകിയിട്ട് ഇവർക്ക് കൊണ്ടു കൊടുക്കാം. എപ്പോ പൈസ കൊടുക്ക്. ഇവിടെ 1 കിലോ മുന്തിരി പറഞ്ഞ് 1 കിലോ അവിടെ നിന്ന് തിന്നു. ഇവിടെ ഇങ്ങനെ എവിടെ സൂക്ഷിക്കണം അടുത്ത വട്ടം വരുമ്പോ. ഇവിടെ അങ്ങനെയാ. ഇനി വരുമ്പോ സൂക്ഷിക്കണേ. ഇനി വരുമ്പോ വിളി ട്രയോടെ എടുത്തോണ്ടു. ഞങ്ങള് പോകുമ്പോ ഞങ്ങളെ മിസ് ചെയ്യോ അച്ചാ? ഞാൻ പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ കാണാൻ ഓട്ടെ ടാറ്റ അച്ചാ. ഗായ്സ്, ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വലിയ മഴയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗായ്സ് ഒരു വൈൻഡപ്പ് പറയൂ.